പ്പെട്ട ഒരു വിവരം എന്തായാലും കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് രാഹുൽ ഉണ്ടായത്. ഇനി കീഴടങ്ങുക അല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പോഴും ആലോചിച്ച് നോക്കണം. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നാണ് ജാമ്യ ഹർജിയിൽ അടക്കം ഒപ്പിട്ട് രാഹുൽ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നത്. 8 ദിവസമായി ഇയാളെ പറ്റി ഒരു വിവരവും പോലീസിന്റെ കയ്യിലില്ല എന്ന് പറയുന്ന ഒരു വസ്തുത കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂരിലേക്ക് പോവാണ്. അരുൺ പറയൂ. ഫോൺ ഓൺ ആയിട്ടുണ്ട്, പക്ഷെ കോള് കട്ടാക്കുന്നു. രാഹുൽ കീഴടങ്ങാനുള്ള നീക്കത്തിലാണോ? അത്തരത്തിൽ തന്നെയാണ് കരുതുന്നത്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് പോലും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായതോടുകൂടെ നിക്കക്കള്ളി ഇല്ലാത്ത സ്ഥിതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ നാണം കെട്ടിരിക്കുന്നു രാഹുലിന് ഇനി മുന്നിൽ മറ്റൊരു പോം വഴിയുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും സമാന രീതിയിലുള്ള സാഹചര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാൻ കഴിയുമോ ആ വഴികളെല്ലാം അവർ പരിശോധിച്ച് നോക്കി. ഒടുവിൽ യാതൊരു തരത്തിലും തങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുലിനെ പുറത്താക്കി എന്നുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇരട്ടത്താപ്പ്, അതിൽ കൃത്യമായ വിമർശനം വലിയ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും രാഹുലിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു വശത്ത് തങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും വലിയ വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഇപ്പോൾ ശക്തമായി ഉയരുന്നു എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ഇത്തരത്തിൽ ഈ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത് കൃത്യമായി ഷാഫി പറമ്പിലിനുൾപ്പെടെ ഇതൊരു മോശം വ്യക്തിയാണെന്ന് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് പാലക്കാട്ടേക്ക് കൊണ്ടുവരികയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ വനിതാ നേതാവാണ് ഇന്നലെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്, തുടർന്ന് ഇന്നും മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. അതിന് പിന്നാലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഈ നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്ന സ്ഥിതി. അപ്പോഴൊക്കെയും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് കോടതിയിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് തടയുകയോ ചെയ്യുന്ന നടപടി ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഉറ്റുനോക്കിയത്. അതൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതായതോടുകൂടെ മാത്രമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പോലും ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈപ്പത്തി ചിഹ്നത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തി MLA സ്ഥാനത്ത് ഇപ്പോഴും തുടരുമ്പോൾ ധാർമ്മികമായും ആ MLA സ്ഥാനം കൂടി രാജിവെക്കാൻ പറയുന്നതിന് വേണ്ടിയുള്ള ബാധ്യത അവർക്കില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് പോലും ഒളിച്ചോടുകയാണ്. അതായത് MLA ആയി ഇനി രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ രാഹുലാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് KPCC അധ്യക്ഷനായാലും അതല്ലെങ്കിൽ KC വേണുഗോപാൽ. എന്തൊരു ന്യായമാണിത്? ഇത് നേരത്തെ തന്നെ ഇന്നോ ഇന്നലെ അല്ല ഈ വിവാദം ഉരുത്തിരിഞ്ഞത്. ഇന്നോ ഇന്നലെയോ അല്ല അതിശക്തമായ ആരോപണങ്ങളുമായി അതിജീവിതകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നൊന്നും തോന്നിയില്ലേ ഈ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണമെന്ന്? ഇപ്പൊ പാർട്ടി പുറത്താക്കിയപ്പോൾ അതും ഗത്യന്തരമില്ലാതെ നാണം കെട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കോൺഗ്രസ്. ഇപ്പോൾ വീണ്ടും പറയുന്നു ഇനി രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്ന്. ഇത് കേരള പൊതുസമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ശ്യാമ, നമുക്ക് ഈ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നടപടികൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെയുള്ള ഓഡിയോകളും വാട്സപ്പ് ചാറ്റുകളും ടെലഗ്രാം ചാറ്റുകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഘട്ടത്തിൽ അന്ന് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളോ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർ സ്വീകരിക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതായത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തൽക്കാലം സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നതിലുപരി ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നടപടിയായിരുന്നു എന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയതും പൂർവാധികം ശക്തിയായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്റ്റാർ ക്യാമ്പയിനറായി അവതരിപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ പാലക്കാട് നഗരസഭ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് രാഹുൽ പാലക്കാട് നഗരത്തിലെ വീടുകൾ കയറി ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പോലും രാഹുൽ പങ്കെടുക്കുന്ന കാഴ്ചയായിരുന്നു പാലക്കാട് പിന്നീട് അങ്ങോട്ട് കണ്ടത്.